பெரிய ஆளுங்கப்பா. നീ ഒരു കാതൽ മല്ലയ്യ തന്നടാ. நான் உன் வழிக்கு இனிமே வராம இருக்க ஒரு கண்டிஷன். ഓ ഭാഗ്യവാൻ. മുകേഷ് എം നായർ കോവിഡ് സമയത്ത് ഫുഡ് വ്ലോഗിലൂടെ തുടങ്ങി പിന്നീട് മലയാളത്തിൽ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസർ ആയി മാറിയ മുകേഷ് എം നായരെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ആള് വളരെ ഡീസന്റ് ആ ടീച്ചറെ. സംഭവം എന്താണെന്ന് വെച്ചാൽ വാലന്റൈൻസ് ഡേയുടെ ഭാഗമായി ഇയാൾ ഷെഡ്ഡി മാത്രം ഇട്ടുകൊണ്ട് കുറച്ച് പെണ്ണുങ്ങളുടെ കൂടെ റീൽ ഷൂട്ട് ചെയ്തു. നാണം കെട്ടവന്. പഴകുറ്റി 8-10 പെണ്ണുങ്ങളുണ്ട്. അവർ കുടിക്കുന്നു, വലിക്കുന്നു, ആഘോഷിക്കുന്നു. അങ്ങനെ അവർക്കിടയിൽ ഷെഡ്ഡി മാത്രം ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് സുഖിക്കുന്നു. ഈ പ്രായത്തിൽ അങ്ങൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അത്ഭുതം തന്നെ. ഇതിന് പ്രായം ഒരു പ്രശ്നമാണോ? புண்ணியம் தேடி காசிக்கு போனா இந்த உலகத்திலே பெரிய ஆளுங்கப்பா. ഓഫീസിലും കൃഷി തുടങ്ങിയില്ലേ? ഇത് നാട്ട കേസാ കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. കണ്ടല്ലോ അണ്ണന്റെ ഒക്കെ ഒരു ടൈമില്ലേ. സംഭവം അമേരിക്കയിലെ പ്രശസ്ത ബിസിനസ്മാനും ഇൻഫ്ലുവൻസറും ഒക്കെ ആയ ഡാൻ ബിൻസറിയനെ ഒന്ന് അനുകരിക്കാൻ നോക്കിയതാണ്. പക്ഷെ പണിവാളി. കേട്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടോ എവിടെയോ എന്തോ തകരാറുണ്ടെന്ന്. ശങ്കുണ്യാരാ മോൻ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആകെ 15-18 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയും ഇങ്ങനെയുടെ ഈ ഷെഡ് റീൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അഭിനയിച്ചത് മാത്രമല്ല ഷൂട്ടിങ്ങിനിടയിൽ ഇങ്ങനെയുടെ തുടയിൽ കയറി ഇരിക്കാനും നിർബന്ധിച്ചു. നെഞ്ചിൽ കിടക്കാൻ പറഞ്ഞു. പിന്നെ ഇയാൾ തന്നെ അവിടെയും ഇവിടെയും ഒക്കെ പിടിച്ചു. അതായത് ബാറ്റേജ് ചെയ്തെന്നാണ് ഇപ്പൊ ഈ പെൺകുട്ടി ആരോപിക്കുന്നത്. അച്ഛനെ, ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വേഷങ്ങൾ കിട്ടുന്നു. ഏത് തൊഴിലിനും അതിന്റേതായ ഒരു മാന്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ശരിയാ, എന്നെ ഞാനാക്കിയത് ഈ തൊഴിൽ ചെയ്തിട്ടാ. എന്നിട്ട് ഒരു ടൈമില് അവൾ ഇരുന്ന സ്ഥലത്ത് അയാളുടെ നെഞ്ചിൽ കിടക്കുന്ന ചേട്ടൻ വീട്ടിൽ കാണാമല്ലോ, ആ സ്ഥലത്ത് കൊണ്ട് എന്നെ ഇരുത്തി. എനിക്ക് ചുറ്റാൻ പറ്റിയൊന്നും വേണ്ട. പിന്നെ എടാ, എനിക്ക് ഒരു ടച്ച്, ഒരേ ഒരു ടച്ച് മരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒന്ന് ടച്ചണം. എന്നെ ഇരുത്തിയിട്ട് ഇയാൾ അത്യാവശ്യം നല്ല ബേഡ് ടച്ച് ഉണ്ടാകും ചേട്ടാ. ഓപ്പണായിട്ട് പറയാം, ബേഡ് ടച്ച് ചെയ്തു. ഇയാൾ ഹിറ്റ് കയറി പിടിക്കായിരുന്നു. കേട്ടല്ലോ. അപ്പൊ കാര്യമൊക്കെ നിക്കണല്ലേ, എന്നിട്ട് കൈമറത്ത നാണം കെട്ടവൻ ഇറങ്ങിപ്പോയി. ഇയാളുടെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോ അടി രണ്ടുപേരും കാണാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് മോഡ്സ് ഇറങ്ങിപ്പോയി. അപ്പൊ അവരത് പറയുകയും ചെയ്തു. നീ ഇത്ര വൃത്തികെട്ടതാണെന്ന് ഞാൻ കരുതിയില്ല. പെൺകുട്ടി മൈനർ ആണെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ അവൾ അഭിനയിപ്പിക്കരുത്. ഇപ്പൊ പെൺകുട്ടിയുടെ സമ്മതപ്രകാരമാണ് ചെയ്തതെന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. പെൺകുട്ടി മൈനർ ആണോ എങ്കിൽ അവിടെ തീർന്നു. ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? ആത്മഹത്യയാണ് എളുപ്പം. എന്തായാലും ട്രിവിയൻ ഫുഡ് വഴി ഈ പെൺകുട്ടി മുകേഷ് എം നായർക്കെതിരെ കേസ് കൊടുത്തെന്നാണ് അറിയാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ആരുടെ ഭാഗത്താണ് ശരിയും തെറ്റുമെന്ന് കേസ് അന്വേഷണത്തിലൂടെ അറിയാൻ കഴിയുമെന്ന് വിചാരിക്കാം. എന്താടാ പുച്ഛിച്ചൊരു ചിരി? അല്ല, റൊമാൻസിന് ഇങ്ങനെയും ചില മുഖങ്ങൾ ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്.